ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. ഇതേപോലൊരു സംഭവം കോഴിക്കോട്ടുമുണ്ട് കേട്ടോ. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് നടത്തിയ പരീക്ഷണങ്ങൾ തിരിച്ചടിയായെന്ന് CPIM പറയുന്നു. കീഴ്ഘടകങ്ങളിലാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. വോട്ട് ചോർച്ചയിൽ സംഘടനാപരമായും നയപരമായും വീഴ്ചയുണ്ടായി. ഇളമരം കരീമിന്റെ വാർഡിൽ BJP 1ാം സ്ഥാനത്തെത്തി. പാർട്ടി അത് ഗൗരവമായി തന്നെയാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS രഞ്ജിത്ത്, കോഴിക്കോട് സംഭവിച്ചത് എന്താണെന്ന് ഇനിയും പാർട്ടിക്ക് പലർക്കും മനസ്സിലായിട്ടില്ല. ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ നീക്കം, ഒപ്പം ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടുകൾ നഷ്ടപ്പെടുത്തി എന്ന കേവലമായൊരു നിരീക്ഷണം കൊണ്ട് വിശദീകരിക്കാൻ കഴിയുമോ കോഴിക്കോട്ട് ഇളമരം കരീമിന് വോട്ട് നഷ്ടപ്പെട്ടത്? ഇവിടെ പല ഘടകങ്ങളുണ്ട് ഡോക്ടർ അരുൺ. ഏതായാലും MK രാഘവൻ 800 സംതിങ് വോട്ടുകൾക്ക് തുടങ്ങി ഇപ്പോൾ 1 ലക്ഷത്തിലധികം വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ പല മണ്ഡലങ്ങളിലും ഒരു ക്രമാനുഗതമല്ലാത്ത രീതിയിലുള്ള വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എലത്തൂർ, ബാലുശ്ശേരിയൊക്കെ CPMന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. എലത്തൂരിലൊക്കെ മുറിച്ചിട്ടാൽ CPM ആവുന്ന അത്രയും ശക്തി കേന്ദ്രങ്ങളുള്ള കക്കോടി പോലെ, കുരുവട്ടൂർ പോലുള്ള പഞ്ചായത്തുകളുണ്ട്. ഈ പഞ്ചായത്തുകളിലൊക്കെ തന്നെ സാധാരണ ഗതിയിൽ MK രാഘവന് ഒരു അല്പം വോട്ട്, 100 വോട്ടിനോ 500 വോട്ടിനൊക്കെ ലീഡ് ചെയ്യാറുള്ളത്. ഇത്തവണ 10,000 വോട്ടിനാണ് എലത്തൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം, അതായത് ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് സ്വാധീനമുള്ള എലത്തൂർ മണ്ഡലത്തിൽ മാത്രം MK രാഘവൻ്റെ ഭൂരിപക്ഷം 10,000 അതുപോലെ ബാലുശ്ശേരിയിലേക്ക് വന്നാൽ അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയുടെ വാർഡിൽ പോലും MK രാഘവൻ ലീഡ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ CPM കണക്കെടുക്കുമ്പോൾ പറയുന്നത്. അതുപോലെ ഇളമരം കരീമിൻ്റെ സ്വന്തം വാർഡാണ് കോവൂരിലെ വാർഡിൽ അവിടെ 1ാം സ്ഥാനത്ത് BJP ആണ്, 2ാം സ്ഥാനത്ത് കോൺഗ്രസ് ആണ്, 3ാം സ്ഥാനത്താണ് CPM ഉള്ളത്. അതുപോലെ മുഹമ്മദ് റിയാസിൻ്റെ പ്രദേശത്തിൽപ്പെട്ട കോട്ടോളി പോലുള്ള പ്രദേശങ്ങളിൽ അവിടെ 3 ബൂത്തുകളിൽ BJP ആണ് 1ാം സ്ഥാനത്ത്. അപ്പോൾ പല കേന്ദ്രങ്ങളിലും കോൺഗ്രസ് 1ാമതെത്തുന്നു, ചില വാർഡുകളിലെങ്കിലും BJP 1ാമതെത്തുന്നു. ബേപ്പൂർ, മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലമായിട്ടുള്ള ബേപ്പൂരിൽ 19,000 വോട്ടിനാണ് ഈ MK രാഘവൻ മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ കൊടുവള്ളി, കുന്നമംഗലം പോലുള്ള ന്യൂനപക്ഷ മേഖലകളിലാണ് ഇളമരം കരീം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ന്യൂനപക്ഷ സ്വാധീനമുള്ള 3 മണ്ഡലങ്ങൾ, കുന്നമംഗലം, കൊടുവള്ളി, ബേപ്പൂർ, ഈ 3 മണ്ഡലങ്ങളിലും MK രാഘവൻ വലിയ ഭൂരിപക്ഷമാണ്. കൊടുവള്ളിയിൽ 38,000, കുന്നമംഗലത്ത് 23,000, ബേപ്പൂരിൽ 19,000. ഇത്രയും ഭൂരിപക്ഷം ന്യൂനപക്ഷ മേഖലകളിൽ കിട്ടുകയും ചെയ്തു. പതിവായി ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന, നല്ല വോട്ട് വീതം കിട്ടിക്കൊണ്ടിരിക്കുന്ന, ഭൂരിപക്ഷ സ്വാധീനമുള്ള എലത്തൂരും ബാലുശ്ശേരിയും പോലുള്ള മണ്ഡലങ്ങളിൽ വലിയ തോതിൽ വോട്ട് കുറയുകയും ചെയ്തു. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് ഒരു ഭാഗത്ത് പലസ്തീൻ ഐക്യദാർഢ്യം സംഘടിപ്പിക്കുന്നു, ഏക സിവിൽ കോഡിൻ്റെ വിഷയത്തിൽ വലിയ റാലികൾ സംഘടിപ്പിക്കുന്നു, EK സമസ്തയെയും AP വിഭാഗത്തെയും ഒക്കെ ഒരുമിച്ച് ഒരേ വേദിയിലെത്തിച്ച് CPM കോഴിക്കോട്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇതെല്ലാം ന്യൂനപക്ഷ മേഖലയിൽ, പ്രത്യേകിച്ച് ബേപ്പൂരും കുന്നമംഗലത്തും കൊടുവള്ളിയിലൊക്കെ വോട്ട് വീതം വർദ്ധിപ്പിക്കാൻ കൂടി ഉദ്ദേശിച്ചാണ്. അത് നടന്നിട്ടുമില്ല, മറ്റു മേഖലയിൽ വോട്ട് കുറയുകയും ചെയ്തു എന്നുള്ളതാണ്. മറ്റൊരു വലിയ ആരോപണം എന്ന് പറയുന്നത് പുതുമുഖത്തെ പരീക്ഷിക്കണമെന്നായിരുന്നു കോഴിക്കോട്ട് പറഞ്ഞിരുന്നത്. അത് നടന്നില്ല എന്നുള്ളതും തിരിച്ചടിയായി എന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഓരോ മണ്ഡലത്തിലെയും ഓരോ നിയമസഭാ മണ്ഡലങ്ങളും ബൂത്തുകളും എടുത്ത് പരിശോധിക്കുമ്പോഴാണ് CPMന്റെ തന്ത്രം പാളിപ്പോയോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പലസ്തീൻ വിഷയമാണെങ്കിലും CA വിഷയമാണെങ്കിലും ഒക്കെ നടത്തിയ നീക്കങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒട്ടടുപ്പിച്ചിട്ടുമില്ല, ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടുകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് പ്രാഥമികമായിട്ട് നമുക്ക് കോഴിക്കോട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. കൂടുതൽ അടിയൊഴുക്കുകൾ ഉണ്ടാവാം. നമുക്ക് ഓരോ വിഷയങ്ങളായി വരും ദിവസങ്ങളിൽ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാം.